ഒരു കാര്യമുണ്ട്, വിശ്വാസമല്ലേ എല്ലാം. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര പേരില് നമ്മുടെ വിശ്വാസം അർപ്പിക്കുവാൻ സാധിക്കും? എത്ര പേർക്ക് നമ്മിൽ വിശ്വാസം അർപ്പിക്കുവാനായിട്ട് സാധിക്കും? അതായത് നാം ദൈവത്തിലും നമ്മളോടൊന്ന് വസിക്കുന്നവരിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും കരണീയമായ കാര്യം. അതായത് മറ്റുള്ളവരെ സംശയിക്കാതിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുന്നത്. നമ്മുടെ സഹചര്യത്തില്, നമ്മുടെ അയൽവാസികളില്, നമ്മളോടൊത്ത് വസിക്കുന്നവരില് നാം സംശയിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതമാണ് മലിനമായി തീരുന്നതിനുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർക്ക് അവന്റെ വിശ്വാസമുണ്ട്. അനിതര യാത്ര ചെയ്യുന്ന ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം അവൻ കയറി ഇറങ്ങുന്ന ബസ്സിന്റെ ഡ്രൈവറില് അവർക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഒരിടത്ത് ചെന്ന് ദാഹിക്കുവാൻ വെള്ളം ചോദിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ആ വെള്ളം നൽകുന്ന വ്യക്തിയിൽ പോലും നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് അത് നമ്മൾ കുടിക്കുകയും ആഹാരമാണെങ്കിൽ കഴിക്കുകയും ചെയ്യും. ഇതുപോലെ പരസ്പര ബന്ധമാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത്. ഈ ബന്ധം എവിടെ, വിശ്വാസം എവിടെ ഇല്ലായ്മപ്പെടുന്നുവോ അവിടെ നമ്മുടെ ജീവിതം ദുഃഖപൂരിതമായി തീരുകയാണ്. അപ്പൊ ദൈവത്തിലാണെങ്കിലും നമ്മളോടൊത്ത് വസിക്കുന്നവരിലാണെങ്കിലും അടിസ്ഥാനപരമായ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഈശോ പറയുന്നത്. വിശ്വസിക്കുക, അത് സമ്പൂർണമായ ഒരു സമർപ്പണത്തിന്റെ ഭാഗം. പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് അവരുടെ ജീവിതം സന്തോഷപ്രദമാകും. ഈശോ അതാണ് തന്റെ ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചത്. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് അവിടുന്ന് സന്നദ്ധത പ്രകടിപ്പിച്ചു. അതിന് പ്രകാരം അവരുടെ ജീവിതം സന്തോഷപ്രദമായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വെളുപ്പാങ്കാലത്ത് തന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അനേകായിരങ്ങളുടെ മുമ്പിൽ നിന്ന് അവന്റെ വചനത്തെ സധൈര്യം പ്രഘോഷിക്കുവാനായിട്ട് ധൈര്യം കാണിക്കുകയാണ്. അവന്റെ വാക്ക് കേട്ടപ്പോൾ അനേകായിരങ്ങൾ മാനസാന്തരപ്പെട്ട് സത്യവിശ്വാസമായിട്ട് മാറി. പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പത്രോസ്ലീഹ കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും കുറച്ചു പേരുടെ മേലെങ്കിലും പതിക്കുവാനായിട്ട് രോഗികളെ മനുഷ്യർ വഴിവക്കിൽ കൊണ്ട് കിടത്തിയിരുന്നത്. ആരുടെയൊക്കെ മേല് അദ്ദേഹത്തെ നിഴൽ പതിച്ചോ അവർക്കൊക്കെ സൗഖ്യം ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് എന്നതോടുകൂടി നമ്മുടെ ജീവിത ക്രമത്തിൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ചില ഇടപെടലുകള്, ചില വ്യക്തികളുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തില് ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നന്മയ്ക്കായിട്ട് ഭവിച്ചിട്ടുണ്ട്, തിന്മയ്ക്കായിട്ട് ഭവിച്ചിട്ടുണ്ട്. നന്മയാണോ തിന്മയാണോ അവരുടെ ഇടപെടലിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഈ കാലഘട്ടം നമ്മെ ഉത്ബോധിപ്പിക്കുകയും, നമ്മൾ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് നന്മയിലേക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മില് തിന്മയുടെ ആവിർഭാവം ഉണ്ടാവുകയില്ല എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. എത്രമാത്രം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുവോ അതിനനുസൃതമായി നമ്മിൽ പ്രലോഭനത്തിന്റെ ശക്തി ഉണ്ടാകുമെന്നുള്ള ഉള്ള കാര്യം കൂടെ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് യോർദാൻ നദിയിൽ വെച്ച് ഈശോനാഥൻ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ നന്മ ചെയ്യുവാനായിട്ട് ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് നയിക്കപ്പെടുകയല്ല ചെയ്ത്, മറിച്ച് സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. അവന് പ്രലോഭനം അധികമായിട്ട് വരികയാണ്. മരുഭൂമിയിൽ അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് തനിക്ക് നേരിട്ട എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഇഹലോക ജീവിതം
വെറും നിസ്സാരമാണെന്നും മറ്റുള്ളവരുടെ ദൈവത്തിന്റെ കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുകയാണ് ഏറ്റവും ഉചിതമെന്നും കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മദർ തെരേസ കൽക്കട്ടയുടെ ജനവീതികളില് രോഗികളിലും കുഷ്ഠരോഗികളിലും പാവപ്പെട്ടവരിലും ദൈവത്തെ കണ്ട് അവരെ തന്റെ കരകളിലും മടിയിലും എടുത്ത് ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ സകലത്തിന്റെ സഭയിലെ ആദ്യത്തെ വിശുദ്ധയായ നമ്മുടെ സുഹൃത്തുള്ള സീറോ മലബാർ സഭയിലെ ആദ്യത്തെ വിശുദ്ധയായ അൽഫോൻസാമ്മ സകലത്തിന്റെ ജീവിതം നയിച്ചവളാണ്. അവൾ സകലത്തിന്റെ നടുവില് കർത്താവിനെ കണ്ടു. അതുപോലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിലേക്ക് പോയി അവരെ ശുശ്രൂഷിച്ച് അവരൊരു വ്യക്തിയായി മരണം വരിക്കുന്നു. ഇതുപോലെയൊന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും മനസ്സില്, ചിന്തയില്, പ്രവൃത്തിയില് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ച് അവനോട് സ്നേഹമുള്ളവരായി വിശ്വാസമുള്ളവരായി ജീവിക്കുവാനായിട്ട് സാധിക്കും. അതായത് നമ്മളോടൊന്നും ജീവിക്കുന്ന സക പൗരന്യത്തില് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുകയും അവരെ അവിശ്വസിക്കാതെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവരെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരിലൂടെയാണ് നമ്മുടെ ജീവിതം കരകതമാകുന്നത് എന്നുള്ള ബോധ്യത്തിലൂടെ മുന്നേറുന്നവനും ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിന് ധാരാളമായിട്ട് ഉണ്ടാകുവാൻ വേണ്ട കൃപയ്ക്കാരും നമുക്ക് ഈ സ്നേഹത്തിന്റെ വലിയ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കാം. അവിടെ നമ്മൾ എല്ലാവരെയും സുരക്ഷിതമായിട്ട് അനുഗ്രഹിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വന്ന് പരിശുദ്ധാത്മാവേ എഴുന്നള്ളണമെന്ന് പ്രാർത്ഥിക്കാം. പന്തക്കുസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവകന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളായ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ നൽകുന്ന പിതാവുമായ മാർഗീയ വർഗീസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ ബുദ്ധവചനങ്ങളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗലാസിക ദൈവത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വേണ്ടതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷകരെ പ്രക്ഷോഭിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ധനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. സമാധാനത്തിന്റെ അവലംബനത്തിന് മാലാഖയാക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ സ്വീകാര ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകിയ സുവിശേഷകരുടെ സ്നേഹന്മാരും നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിനെ ഞങ്ങളുടെ സമൂഹത്തിൽ വർദ്ധിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും വിശ്വസിക്കാതെ സാക്ഷ്യപ്പെടുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിന്റെ ഐക്യത്തിൽ ഞങ്ങൾ വളരുകയും അവിടുത്തെ വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നേ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, ആശ്രദിക്കണമേ. സഹോദരി നിങ്ങൾക്കായി നൽകുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും അച്ചകടമായ മനുഷ്യന്റെ ദൈവസ്വഭാവമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ
യഥാർത്ഥ ഭഗവതിന്റെ പദ്ധതിയിൽ കൈവപ്പോഴും നൽകപ്പെട്ടിരുന്നു. വിശ്വാസികൾക്ക് ശുശ്രൂഷിക്കുന്നതിന് പരിശുദ്ധമായ സഭാസനത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരമായ കാന്തിപൂർണ്ണപ്പെടുന്ന യോഗ്യരാക്കി കൃപാവനങ്ങൾ നിറയ്ക്കുകയും ഗണദാനങ്ങളുടെ കരങ്ങൾ പ്രതിവർത്തിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാര്യം അനുഗ്രഹവും ഞങ്ങളുടെ മുഖത്തിന് ജനതായി ജനത്തിന്റെ മേലുണ്ടാകുവാനാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചെന്നങ്ങേ ഞങ്ങളുടെ ഭാര്യ എതിർക്കുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേതവിധം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വീകരിക്കുകയും ജീവനാഥാൽ മുദ്രയിലാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. എല്ലാരും നിൻ മഹിതോ
ഉത്ഥാനത്തിൽ ശരണം തേടുന്നു സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതിയിൽ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, സുശ്രീകളുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസമായ എല്ലാ ഭരണാർത്ഥാക്കളെയും വിശ്വാസം മരിച്ച് ഈ ലോകത്തപ്പെട്ടവരെ എല്ലാവരെയും സ്മരിക്കുകയും കൃഷിയടക്കുകയാൽ ഇവരെ നമുക്ക് സഹായത്തിന് രക്ഷിക്കും ജീവനും കാരണമാകട്ടെ. പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങയുടെ വ്യക്തിത്വത്തിന്റെ ശരീരത്തിലുള്ള ശുശ്രൂഷനാകുവാൻ എല്ലാവരും സ്നേഹത്തോട് പറഞ്ഞ വിശ്വാസത്തിനും കൂടെ പരികർമ്മം ചെയ്യുവാൻ നിങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതി ബഹുമാനവും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ പരസ്പരം സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും പ്രതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സമൂഹത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ
പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദിൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവിഹാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആദ്യമായ നാമം എല്ലാ തരങ്ങളുടെ സ്തുതിയും എല്ലാ നാമങ്ങളുടെ കൃതജ്ഞതയും എല്ലാ ശക്തികളുടെ പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശമുള്ള അവന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസനയായിരങ്ങളും മലാകുമനുവിനായിരങ്ങളും മഹോന്നതനായവയെ കുപ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമാന്മാരും മനോബികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മനോബികളുമായ ഗോപന്മാരുടെ ശ്രാപ്പന്മാരും ചേർന്ന് നാഥനായവയെ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവരവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിൽ ഹോസാന ദാവീദിൻ സുതൻ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാൻ വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിൽ ഹോസാന. പിതാവായ ദൈവമേ, സൃജനങ്ങളാടെ പിടങ്ങിക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ പറഞ്ഞിരിക്കുന്ന അനുജാത്തിനും അങ്ങയുടെ സദൃശനും അമൂല്യ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനതാനത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് ജനത്തിന്റെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകോബുദ്ധിയുടെ അബദ്ധിമായ ആത്മാവോടുബദ്ധിമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി ദൈവത്തിനാധീനരായി ഒത്തിരിക്കുവാൻ ദൈവത്തിന് വിധേയരാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ നിർമ്മലാകുന്നതുമായ ദാസൻ നിന്നെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അന്യപ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കാരാക്കുവാൻ നീ ഞങ്ങളുടെ ബന്ധസ്വഭാവം സ്വീകരിക്കുകയും അധപതിശുമാനികളെ സമുദ്രിക്കുകയും ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. ആവിയായ ഞങ്ങളെ കടകൾക്ക് വെച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ ജനസമർത്ഥമായ ഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ശക്തനായ ദൈവമേ, പ്രധാനാസ്ഥാനിലും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷപിതാവുമായിരിക്കുന്ന മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷപിതാവുമായിരിക്കുന്ന മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാവിന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും എല്ലാ പ്രവാസകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷിയുടെയും അന്തകളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അവയുടെ തിരുസന്നിധിയിൽ പ്രതിദിനമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമാർക്ക് വേണ്ടി ഞങ്ങളുടെ നാമത്തിൽ വാർത്തന്യമാർക്ക് വേണ്ടിയും ഞങ്ങളുടെ കാലത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ആരാധന സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായതിനു വേണ്ടിയും സ്വീകരിക്കുന്നത് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാലത്ത് നിങ്ങൾ ബാധിക്കുന്ന യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും ഇടവനായതോടും വർദ്ധിക്കുന്നതേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കുന്നത് അങ്ങയുടെ കൃപയാനതാർത്ഥ വിശ്വാസത്തെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഞങ്ങളുടെ കടപ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാക്കട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വൃക്ഷത്തിന്റെ രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ആത്മയാതനത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപത്തെ സ്മരണ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാതൃപിതാവായ ദൈവമെന്നും അവയുടെ ദൈവത്തിനായി ദൈവമായ മിശിഹാവെന്ന് ജീവിതായികമായ സുവിശേഷം വഴി പ്രവാസകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധമായ സജീവവും ജീവിതായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ നമുക്കെല്ലാവർക്കും ആവശ്യകമായ നവമിലത്തിന്റെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുമറിയട്ടെ. ബലഹീനങ്ങളെ സ്ഥിരമായ മാതൃക പരമ്പര